അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു മൻ യുദ്ലില്ലാഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ്. ലോകത്ത് മറ്റൊരു വേദഗ്രന്ഥത്തിനും മതഗ്രന്ഥങ്ങൾക്കും ഉന്നയിക്കാനില്ലാത്ത അല്ലെങ്കിൽ ഉന്നയിക്കാത്ത രണ്ട് വാദങ്ങൾ ഖുർആൻ മുന്നോട്ട് വെക്കുന്നു. അതിൽ ഒന്നാമതായി ഖുർആൻ ദൈവത്തിൻ്റെ വചനങ്ങളാണെന്നും രണ്ട്, ആ വചനങ്ങൾ ലോകാവസാനം വരെ സംരക്ഷിക്കപ്പെടുമെന്നും. മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നേരെ അപ്പോൾ വരുന്നത് രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഖുർആൻ ദൈവത്തിൻ്റെ വചനങ്ങളാണെന്ന് നിങ്ങൾ എങ്ങനെ തെളിയിക്കും? രണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ അത് മനുഷ്യൻ്റെ കൈകടത്തലുകൾ ഇല്ലാതെ ഇന്നും അതേപടി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് എന്താണ് നിങ്ങളുടെ പക്കലുള്ള തെളിവ്? ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു വീഡിയോ നമുക്ക് നാലായിട്ട് തിരിക്കാൻ പറ്റും. അതിൽ ആദ്യ ഭാഗത്തിൽ ഖുർആൻ്റെ അവതരണം, റെവലേഷൻ ഓഫ് ദ ഖുർആൻ, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് നടന്ന ചില ഡെവലപ്മെൻറ്റ്സ്, മൂന്നാമത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നടന്ന ഖുർആൻ്റെ ഒരു ക്രോഡീകരണം, സ്റ്റാൻഡർഡൈസേഷൻ. കാരണം ഇന്ന് നമ്മൾ ഓതുന്ന ഖുർആൻ ഉസ്മാനിക് ഫോണ്ടിലാണ്, അപ്പോൾ അതെങ്ങനെ വന്നു? പിന്നെ 10 ഖിറാഅത്തുകൾ, ഖുർആൻ്റെ 10 ഖിറാഅത്തുകൾ. അപ്പോൾ ആദ്യം നമ്മൾ റെവലേഷൻ ഓഫ് ദ ഖുർആൻ, ഖുർആൻ അവതരണം. 40 വർഷം ഖുറൈശികളുടെ ഇടയിൽ പ്രവാചകൻ ജീവിച്ചതിന് ശേഷമാണ് 40ാമത്തെ വയസ്സിൽ നുബൂവത്ത്, പ്രവാചകത്വം ലഭിക്കുന്നത്. ഖുറൈശികൾ പോലും പ്രവാചകനെ വിളിച്ചുകൊണ്ടിരുന്നത് അൽ അമീൻ എന്നാണ്, സത്യസന്ധൻ. തൻ്റെ സമൂഹത്തിൽ നടക്കുന്ന അനീതികളും അനാചാരങ്ങളും കണ്ട് പ്രവാചകൻ പലപ്പോഴും മനം മടുത്ത് മക്കയ്ക്കടുത്തുള്ള ഗുഹകളിൽ പോയി താമസിക്കാറുണ്ടായിരുന്നു. അങ്ങനെ മക്കയ്ക്കടുത്തുള്ളൊരു ഗുഹയാണ് ഹിറ. ഹിറ ഗുഹയിൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഇഖ്റ, വായിക്കുക. പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയില്ല, കാരണം പ്രവാചകൻ എഴുത്തും വായനയും അറിയില്ല. ജിബ്രീൽ ആവർത്തിച്ചു, ഇഖ്റ. പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയില്ല. മൂന്നാമത് വീണ്ടും ജിബ്രീൽ ആവർത്തിച്ചു, ഇഖ്റ. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അന്ന് ഖുർആൻ്റെ ആദ്യത്തെ ആയത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമായിരുന്നു, ആ നിമിഷമായിരുന്നു. ഈ ഇഖ്റ എന്ന വാക്കിൽ നിന്നാണ് ഖുർആൻ എന്ന വാക്ക് വരുന്നത്. ഇഖ്റന് 2 അർത്ഥമുണ്ട്. വായിക്കുക എന്നും അതിന് അർത്ഥമുണ്ട്. ഒരാൾ പറഞ്ഞു തന്നതിനെ റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചൊല്ലുക എന്നും അതിനർത്ഥമുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ ഖുർആനെ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ എന്നുള്ളത് ഒരു കിതാബായിട്ട്, ഒരു ബുക്കായിട്ട് നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമല്ല. മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം അത് പ്രവാചകന് വാക്കാൽ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ വായാൽ പറഞ്ഞു കൊടുത്തു. അത് പ്രവാചകൻ സഹാബാക്കൾക്കും അതേപടി പറഞ്ഞു കൊടുത്തു. വാമൊഴിയായി നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളത്. ഈ ആദ്യത്തെ വഹി അല്ലെങ്കിൽ ആദ്യത്തെ ഖുർആൻ്റെ അവതരണത്തിന് ശേഷം പ്രവാചകൻ തൻ്റെ പത്നിയായ ഖദീജ ബീവിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഖദീജ ബീവി തൻ്റെ ഒരു പരിചയക്കാരനായ വർഖായ് ബിൻ നൗഫൽ എന്ന് പറഞ്ഞ ആളടുത്തേക്ക് പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയി. ഈ വർഖായ് ബിൻ നൗഫൽ വേദക്കാരിൽപ്പെട്ട ഒരാളാണ്. അതിനർത്ഥം അദ്ദേഹം ഒന്നെങ്കിൽ ഒരു ജൂതനോ ഒരു ക്രിസ്ത്യാനിയോ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങൾ പഠിച്ച ഒരു ആളായിരിക്കാം. എന്തായാലും അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും ഒരു പ്രവാചകനായിരുന്നു. നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ജിബ്രീൽ തന്നെയാണ്. ഇതിന് മുമ്പ് മറ്റുള്ള പ്രവാചകന്മാരിലേക്ക് ജിബ്രീൽ വന്നപ്പോഴും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ഈ വർഖായ് ബിൻ നൗഫലിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. കാരണം പലപ്പോഴും ആൾക്കാർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഖുർആൻ പ്രവാചകന് വർഖായ് ബിൻ നൗഫലിൻ്റെ അടുത്ത് നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ ഖുർആൻ്റെ അവതരണം വരുന്ന സമയത്ത് അവിടെ വർഖായ് ബിൻ നൗഫൽ ഇല്ല. 2, വർഖായ് ബിൻ നൗഫൽ തന്നെ പറയുന്നു, എനിക്ക് അധിക കാലമില്ല. കാരണം അദ്ദേഹത്തിന് വളരെയധികം പ്രായമായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രവാചകനോട് പറയുകയാണ്, എനിക്ക് അധിക കാലമില്ല, ഞാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കുമായിരുന്നു. പ്രവാചകൻ തന്നെ വർഖായ് ബിൻ നൗഫലിനെ 1 or 2 പ്രാവശ്യം മാത്രമാണ് കണ്ടിട്ടുള്ളത്. കാരണം അദ്ദേഹം പെട്ടെന്ന് തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം 23 വർഷങ്ങൾ എടുത്തിട്ടാണ്
ഖുർആൻ ഇന്ന് കാണുന്ന ഒരു രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ഖുർആൻ ഫുള്ളാവുന്നത് അല്ലെങ്കിൽ മുഴുവനാവുന്നത് 23 വർഷങ്ങൾ എടുത്തുകൊണ്ടാണ്. ഓരോ സന്ദർഭങ്ങളനുസരിച്ച്, ഓരോ സാഹചര്യങ്ങളനുസരിച്ച് ആവശ്യ ക്രമേണയാണ് ഖുർആൻ്റെ ഓരോ ആയത്തുകളും ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. ഇത് ഖുർആൻ തന്നെ പറയുന്നു, ഇങ്ങനെ ഖുർആൻ പീസായിട്ട് ഭൂമിയിലേക്ക് വരാനുള്ള കാരണം അത് നിങ്ങൾക്കത് എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഇത് തന്നെ ഖുർആൻ ദൈവത്തിൽ നിന്നുള്ളൊരു ഗ്രന്ഥമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. കാരണം ഈ ഒരു ഗ്രന്ഥം 23 വർഷങ്ങൾ ഓരോ സിറ്റുവേഷനായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം വരുന്നത് ഒരു സൂറത്തിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ആയത്തായിരിക്കും, പിന്നീട് വരുന്നത് മറ്റൊരു സൂറത്തിൻ്റെ ഒരു ആയത്തായിരിക്കും, മൂന്നാമത് ചിലപ്പോൾ വരുന്നത് ഒരു സൂറത്ത് തന്നെയായിരിക്കും. ഇങ്ങനെ 23 വർഷം എടുത്ത് പല 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 പീസുകളായി ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ദൈവിക ഗ്രന്ഥം രചിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് അത് സാധിക്കുന്നതല്ല, അത് ദൈവത്തിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. എങ്ങനെയായാലും ഈ വഹി പ്രവാചകന് ലഭിക്കുന്ന സമയത്ത് തന്നെ പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട്, സഹാബാക്കളോട് ഇത് എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. അത് സെലക്റ്റഡായിട്ട് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു കതബത്തുൽ വഹി എന്ന് പറയുന്നത്. കതബത്തുൽ വഹി എന്ന് പറഞ്ഞാൽ വഹി എഴുതി വെക്കുന്ന ആൾക്കാരെന്നാണ്. അതിലെ പ്രധാനിയായ ആൾക്കാരായിരുന്നു സയ്യിദ് ബിൻ താബിത്ത്, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതേപോലെ ഉബൈ ബിൻ കഅബ്. ഇവർക്ക് കിട്ടാവുന്ന തൊലികളിൽ ലെതർ, അതേപോലെ തന്നെ എല്ലുകൾ, കല്ലുകൾ, അവർക്ക് എന്തൊക്കെ കിട്ടുമോ അതിലൊക്കെ അവർ എഴുതി വെച്ചു. പക്ഷേ ഇത് കൂടാതെ തന്നെ മറ്റ് സഹാബാക്കൾ പേഴ്സണലായിട്ട് അവർ ഖുർആൻ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുത്തൊക്കെ അതേപോലെ പേഴ്സണലായിട്ടുള്ള ഖുർആനുകൾ ഉണ്ടായിരുന്നു. അതിലവർ കേട്ട വചനങ്ങൾ മാത്രമല്ല, പക്ഷെ അവർ മനസ്സിലാക്കിയത് എന്താണോ അതുകൂടെ അവരതിലോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ഓർത്തു വെക്കുക, കാരണം ഇത് പലപ്പോഴായിട്ട് ഈ വീഡിയോയിൽ റിപ്പീറ്റ് ആവുന്ന ഒരു പോയിൻ്റാണിത്. അങ്ങനെ ഖുറൈശികളുടെ ഇടയിലേക്ക് ഇറങ്ങിയ ഖുർആൻ പിന്നീട് മറ്റുള്ള ദേശങ്ങളിൽ, മറ്റുള്ള ഗോത്രങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ മറ്റ് ഗോത്രക്കാർക്ക് ഖുറൈശികളുടെ ഉച്ചരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നിപ്പോൾ മലയാളത്തിലൊരു അച്ചടി ഭാഷയുണ്ട്. അപ്പോൾ കാസർഗോഡുള്ള ഒരാളാണെങ്കിലും തിരുവനന്തപുരത്തുള്ള ഒരാളാണെങ്കിലും അച്ചടി ഭാഷ സംസാരിച്ചാൽ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. പക്ഷേ ലോക്കൽ സ്ലാങ് സംസാരിച്ചാൽ മനസ്സിലാവണമെന്നില്ല. ഈ പ്രശ്നം അറബിക്കുണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റിക്വസ്റ്റ് ചെയ്യണം, എൻ്റെ സമൂഹത്തിൽ പ്രായമുള്ള വൃദ്ധർ, കുട്ടികൾ, വായിക്കാൻ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ജനങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള ജനങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്കുള്ള ഒരു ഖുർആൻ വേണമെന്നുള്ളത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം 7 ഹർഫുകളിലായിട്ട് ഖുർആനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഹർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയലക്റ്റ്, സ്ലാങ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. അത് പ്രാദേശികമായിട്ട് ഭാഷയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. ജിബ്രീൽ തന്നെ അതിനുശേഷം പറഞ്ഞു, ഇതിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾ ഓതിക്കൊള്ളുക. കാരണം ഈ 7 ഹർഫും ശരി തന്നെയാണ്, 7 ഹർഫും ഖുർആൻ തന്നെയാണ്. ഇത് ഖുർആനും സാക്ഷ്യപ്പെടുത്തും. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾ ഓതിക്കൊള്ളുക എന്നുള്ളത്. ഈ ഹർഫിനെ പറ്റി നമ്മൾ നല്ല രീതിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. 7 ഹർഫുകൾ, ഇത് ഉച്ചാരണത്തിൽ മാത്രമല്ല, ചിലപ്പം അർത്ഥങ്ങളിൽ പോലും വ്യത്യാസങ്ങൾ വരും. ഉദാഹരണത്തിന് ഖുർആനിലെ ആദ്യത്തെ സൂറത്തായ ഫാത്തിഹ, അതിലെ മാലിക് യൗമിദ്ദീൻ നമ്മൾ പൊതുവേ മനസ്സിലാക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു അർത്ഥം എന്നുള്ളത് പ്രതിഫല നാളിൻ്റെ ഉടമയാണ് അള്ളാഹു എന്നാണ്. പക്ഷേ ഇതിനെ തന്നെ നമുക്ക് മാലിക്കെന്നും പറയാം, അല്ലെങ്കിൽ മലിക്കെന്നും പറയാം. ഒന്ന് രാജാവാണ്, മറ്റേത് ഉടമയാണ്. ഇത് ഖുർആനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണോ? തീർച്ചയായിട്ടും അല്ല. പകരം ഇത് ഖുർആനെ കൂടുതൽ സമ്പന്നമാക്കുകയാണ് ചെയ്യുന്നത്. ഭാഷാപരമായി ഇതിന് കൂടുതൽ അർത്ഥങ്ങൾ നമ്മൾക്ക് തരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഒന്നിന് വിപരീതമായിട്ടുള്ള അർത്ഥങ്ങളല്ല തരുന്നത്. ഉടമയോ ആകാം, ഉടമ തന്നെ രാജാവുമാണ്. ഇതേപോലെ തന്നെ വദ്ദുഹ അല്ലെങ്കിൽ വദ്ദുഹി. ഇനിയിപ്പോൾ ഖുർആനിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരികയാണെങ്കിൽ, മൂസ അലൈഹിസ്സലാം ഫിറൗനെ പോയി കാണുകയും അവിടുന്ന് ദൈവത്തിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം മൂസ അലൈഹിസ്സലാം ഫിറൗനോട് പറയാണ്, ലക്കത് അലിംത എന്ന് പറഞ്ഞാൽ നിനക്കറിയാം. എന്ത്? മൂസ അലൈഹിസ്സലാം പറയാണ്, നിനക്കറിയാം ഞാൻ ഈ കാണിച്ചു തന്ന ദൃഷ്ടാന്തങ്ങൾ ഇത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ വേറെ എവിടെ നിന്നുമല്ല. ഇതിനെ തന്നെ നമുക്ക് ലക്കത് അലിംതു എന്നും പറയാം.
ഇത് മറ്റൊരു ഹർഫാണ്. ഇതിൻ്റെ അർത്ഥം എനിക്കറിയാം എന്നാണ്. അപ്പോൾ മൂസ അലൈഹി സ്വലാം പറയാണ്, എനിക്കറിയാം ഈ ദൃഷ്ടാന്തങ്ങൾ ഇത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്, മറ്റാരൊന്നും അല്ല എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ട് അർത്ഥങ്ങളും ശരിയുമാണ്. അത് മൂസയ്ക്കും അറിയാം, ഫിറോനും അറിയാം. ഇത് പരസ്പരം എന്താ പറയുന്നത്, പരസ്പരം കോൺട്രഡിക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം. അതുകൊണ്ടാണ് ഈ ഹറഫ് നല്ല രീതിക്ക് പഠിക്കുകയും പ്രവാചകൻ്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കുകയും ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഖുർആൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ 4 പേരെടുത്ത് നിങ്ങൾ ഖുർആൻ എടുക്കണം എന്നുള്ളത്. അത് അബ്ദുള്ള ഇബിൻ മസൂദ്, സാലിം, മുവാദ്, പിന്നെ സൈദ് ഇബിൻ താബിത്ത്. ഇവർ 4 പേരെടുത്തുനിന്നും നിങ്ങൾ ഖുർആൻ എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇവരാണ് പ്രവാചകൻ്റെ അടുത്ത് ഏറ്റവും നല്ല രീതിക്ക് ഖുർആൻ പഠിച്ച ആൾക്കാർ. അതേപോലെ ഹറഫും നല്ല രീതിക്ക് പഠിച്ച ആൾക്കാർ. 23 വർഷങ്ങൾ എടുത്തിട്ടാണ് ഖുർആൻ പൂർണ്ണമാകുന്നത്. അപ്പോൾ എല്ലാ വർഷവും ജിബ്രീൽ അലൈഹിസ്സലാം വരികയും പ്രവാചകൻ്റെ കൂടെ ഇരുന്ന് ഈ ഖുർആനെ റിപ്പീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയാണ് ഖുർആനിൽ, അല്ലെങ്കിൽ പ്രവാചകൻ ഖുർആൻ മറന്നു പോകുന്നില്ല, അല്ലെങ്കിൽ ഖുർആനിൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നത്. പക്ഷേ പ്രവാചകൻ മരണപ്പെടുന്ന വർഷം, വഫാത്താകുന്ന വർഷം, ജിബ്രീൽ അലൈഹിസ്സലാം 2 പ്രാവശ്യമാണ് വന്നത്. ഈ 2 പ്രാവശ്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്, ഖുർആൻ്റെ പൂർണ്ണ രൂപം ആ അവസാന കണ്ടുമുട്ടലിലാണ് നടക്കുന്നത്, അല്ലെ അവസാനത്തെ വരവിലാണ് നടക്കുന്നത്. അതായത് ഖുർആൻ്റെ ആയത്തുകൾ, അതേപോലെ തന്നെ സൂറത്തുകൾ എവിടെ പ്ലേസ് ചെയ്യണം, ഇത് ഏതാണ് ഇതിൻ്റെ ഓർഡർ എന്നുള്ളത് ആ ലാസ്റ്റത്തെ കണ്ടുമുട്ടലിലാണ് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ഫാത്തിഹ എവിടെയാണ് വരേണ്ടത്, ബക്കറ എവിടെയാണ് വരേണ്ടത്, യാസീൻ എവിടെയാണ് വരേണ്ടത്, നാസ് എവിടെയാണ് വരേണ്ടത്, ഇതിൻ്റെ ആയത്തുകളുടെ ഓർഡർ, ഇതൊക്കെ അന്നേരമാണ് നടക്കുന്നത്. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി നടന്നിരുന്നു. അതെന്തെന്ന് വെച്ചാൽ, ഖുർആൻ്റെ പല ആയത്തുകളെയും അള്ളാഹു റദ്ദ് ചെയ്തു. ആ റദ്ദ് ചെയ്ത ആയത്തുകൾ, അതിനെയൊക്കെ അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നു, ഞാനൊരു കാര്യം റദ്ദ് ചെയ്താൽ, ഒരു ആയത്തിനെ റദ്ദ് ചെയ്താൽ അത് ഓർമ്മയിൽ നിന്ന് അത് പോകും, അല്ലെങ്കിൽ അത് ആരാണോ അത് ഓർത്ത് വെച്ചിട്ടുള്ളത് അയാളുടെ ഓർമ്മയിൽ നിന്ന് അള്ളാഹു അതിനെ നീക്കം ചെയ്യും. പക്ഷേ എഴുതി വെച്ച ഖുർആനിൽ നിന്ന് അത് മാഞ്ഞു പോകില്ല ഓട്ടോമാറ്റിക്കായിട്ട്, അത് നമ്മൾ തന്നെ മായ്ക്കണം. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഖുർആൻ എഴുതി വെച്ച ആൾക്കാരുണ്ടല്ലോ, കതബത്തുൽ വഹി, അവരുടെ ഖുർആനിൽ നിന്ന് ഇതൊക്കെ റിമൂവ് ചെയ്തിരുന്നു. പക്ഷേ ആൾക്കാർ പേഴ്സണലായിട്ട് വെച്ച ഖുർആൻ, മെയിൻറ്റെയിൻ ചെയ്ത ഖുർആൻ, അതിൽ നിന്ന് ഇത് എവിടെയും പോയിട്ടില്ല, ഇത് അവിടെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് പ്രവാചകന് ശേഷം യമാമ യുദ്ധം നടക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത്. ആ യുദ്ധത്തിൽ പ്രഗത്ഭരായ പല സഹാബാക്കളും മരണപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഖുർആനെ ഒരു ബുക്കായിട്ടല്ല അവരാരും കണ്ടത്. അവരെല്ലാവരും അതിനെ വാമൊഴിയായി കേട്ട് പഠിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ട് തന്നെയാണ് മനസ്സിലാക്കിയതും അവരങ്ങനെയാണ് വിശ്വസിച്ചതും അവരങ്ങനെയാണ് അതിനെ ഫോളോ ചെയ്ത് വന്നതും. അപ്പോൾ പ്രവാചകൻ്റെ അടുത്തും തന്നെ നേരിട്ട് കേട്ട് പഠിച്ച സഹാബാക്കൾ പലരും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഈ യുദ്ധത്തിൽ പലരും ഖുർആൻ നല്ല രീതിക്ക് പഠിച്ച പല സഹാബാക്കളും മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇനിയും ആൾക്കാർ മരണപ്പെട്ടാൽ ഖുർആന് തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ എന്താ അവർ ചെയ്തതെന്ന് വെച്ചാൽ, ഇതിനൊരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിനോടുള്ള, അല്ലെങ്കിൽ ആ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്ന ദൗത്യം എന്ന് പറയുന്നത്, പ്രവാചകൻ്റെ കാലത്തെ ഈ ഒഫീഷ്യലായിട്ട് എഴുതി വെച്ച ഖുർആനുകളൊക്കെ കളക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കുക. ഇതിനു വേണ്ടി ഇവരെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഈ ദൗത്യം ഏൽപ്പിക്കുന്നത് സെയ്ദ് ഇബ്നു താബിത്തിനെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പ്രവാചകൻ്റെ കാലത്ത് ഒഫീഷ്യലായിട്ട് ഖുർആൻ എഴുതി വെച്ച ആൾക്കാരിൽ ഒരു പ്രധാനമായിരുന്നു അദ്ദേഹം. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏതൊരു സഹാബീൻ്റെ അടുത്തുനിന്നും ഏതെങ്കിലും ഒരു ഖുർആൻ്റെ ഒരു ഭാഗം അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബി അദ്ദേഹത്തിന് ഖുർആൻ്റെതാണെന്ന് പറഞ്ഞ ഒരു കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ, അത് ആ സഹാബി പ്രവാചകനിൽ നിന്നും അത് വാങ്ങിച്ചു എന്നുള്ളതിന് 2 സാക്ഷികളെ കൊണ്ടുവരണം. ഇതിൻ്റെ ഒരു ഫുൾ പ്രൂഫിങ് മെക്കാനിസം നിങ്ങൾ മനസ്സിലാക്കാം. ഒരു സഹാബി, അല്ലെങ്കിൽ ഏത് സഹാബിക്ക് എപ്പോഴാണ്, ആരാണ്, അല്ലെങ്കിൽ എപ്പോഴാണ്, എവിടെ വെച്ചാണ് പ്രവാചകൻ ഖുർആൻ പറഞ്ഞു കൊടുത്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാം, എല്ലാ സഹാബാക്കൾക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ടും ഭാവിയിൽ ആരും ഇതിനെ, അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്
എന്താ പറയുക, ഈ 2 വിറ്റ്നസ്സിനെ ആവശ്യമുണ്ടെന്നുള്ള ഒരു കണ്ടീഷൻ വെക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഒരു ഖുർആൻ ക്രോഡീകരണം അവിടെ നടക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ കോപ്പി ഖലീഫയുടെ കയ്യിൽ തന്നെ വെച്ചു. അന്നും ഇതിനൊരു ബുക്കാക്കി ഇവരാരും മാറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിനൊരു എന്താ പറയുക ബുക്കാക്കിയിട്ട് ഇതെല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളൊരു മെക്കാനിസത്തിലല്ല, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലല്ല അവരത് ചെയ്യുന്നത്. അവരത് ചെയ്യുന്നത് ഒരു ബാക്കപ്പ് എന്നുള്ള, അല്ലെങ്കിൽ ബാക്കപ്പ് ആക്കിയിട്ട് ഇൻ കേസ് ഖുർആൻ മനഃപ്പാടമാക്കിയ ആൾക്കാർ മരണപ്പെട്ടു പോയാൽ ബാക്കപ്പ് എന്നുള്ളൊരു നിലക്ക് മാത്രമാണ് അവർ ഈ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ചത്. സഹാബാക്കൾ എല്ലാവരും പലരും റിപ്പീറ്റ് ചെയ്ത ഒരു വിഷയമാണ്, ഖുർആൻ പഠിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഉസ്താക്കന്മാരിൽ നിന്നാണ്, അല്ലെങ്കിൽ ഖുർആൻ അറിയുന്ന ആൾക്കാരിൽ നിന്ന് അത് വാമൊഴിയായി പഠിക്കണമെന്നാണ് സഹാബാക്കൾ എല്ലാവരും വിശ്വസിച്ചത്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം വ്യാപിക്കുകയും മറ്റ് പല രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പല ദേശങ്ങളിലേക്ക് എത്തുകയും, അപ്പോൾ അവർ ഈ ഇസ്ലാം എത്തുന്ന കൂട്ടത്തിൽ തന്നെ പല സഹാബാക്കളും ഈ പല നാടുകളിലേക്കും പോയി. അപ്പോൾ ഈ ഓരോ സഹാബാക്കൾക്കും അവർക്ക് അവരുടേതായ സ്റ്റൈൽ ഉണ്ടായിരുന്നു ഖുർആൻ ഓതുന്നതിൽ, അല്ലെങ്കിൽ അവരുടെ പാരായണത്തിൽ. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 7 ഹർഫുകൾ. ഈ 7 ഹർഫുകളെ കമ്പൈൻ ചെയ്ത് ഓതാൻ പറ്റുമായിരുന്നു. ആ കമ്പൈൻ ചെയ്ത് ഓതിയിട്ടുണ്ടാവുന്ന ഒരു ശൈലിയാണ് നമ്മൾ ഖിറായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ കാലത്ത് തന്നെ പലതരം ഖിറായത്തുകളുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു, ഓൾറെഡി നമുക്കറിയാം ഏത് ഹർഫ് വേണമെങ്കിലും നമുക്ക് ഓതാം, കാരണം 7 ഹർഫുകളും ഖുർആൻ തന്നെയാണ്, അതിൽ നമ്മൾ ഏത് ഓതിയാലും അതിൽ തെറ്റില്ല. അതേപോലെ തന്നെയാണ് ഈ ഹർഫുകളെ നമ്മൾക്ക് കമ്പൈൻ ചെയ്തും ഓതാം, കാരണം എല്ലാ ഹർഫും ഖുർആൻ തന്നെയാണ്, അപ്പോൾ അതിൽ എന്തും തെറ്റൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ പ്രവാചകൻ തന്നെ അനുവദിച്ചൊരു കാര്യമാണ് ഈ ഹർഫിനെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഖിറായത്തുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് അബ്ദുള്ള ഇബിൻ അബ്ബാസ് റളിയല്ലാഹുവിന് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഖിറായത്ത് ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഖിറായത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മറ്റൊരു എക്സാമ്പിൾ തരുവാണെങ്കിൽ, ഉമർ റളിയല്ലാഹു ഒരിക്കൽ ഹിഷാം ഇബിൻ ഹക്കീമിൻ്റെ ഒരു ഖുർആൻ പാരായണം കേൾക്കുകയുണ്ടായി. അപ്പോൾ ഉമർ കേൾക്കുമ്പോൾ ഹിഷാം ഓതുന്നത് വേറെന്തോനാണ്. ഉമർ പ്രവാചകൻ്റെ അടുത്ത് കേട്ടത് ഈ രീതിക്കല്ല. അങ്ങനെ ഹിഷാമിനെയും കൂട്ടിക്കൊണ്ട് ഉമർ റളിയല്ലാഹു പ്രവാചകൻ്റെ അടുത്ത് പോവുകയും പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ 2 പേർ ഓതും. അങ്ങനെ 2 പേർ ഓതിക്കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ 2 പേർ ഓതിയത് ശരിയാണ്, ഇത് 2 തരം ഖിറായത്താണ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, എല്ലാ സഹാബികൾക്കും ഖുർആൻ അറിയാം. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള ലക്ഷക്കണക്കിന് സഹാബാക്കളുണ്ട്, അവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഓക്കെ ഇതിലെന്തോ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല ഖുർആൻ എന്നുള്ളത്. അങ്ങനെ പിന്നീട് സംഭവിച്ചൊരു വിഷയം എന്ന് പറയുന്നത്, ഉസ്മാൻ ബിൻ ഹഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ സൈന്യം 2 ദേശങ്ങളിൽ നിന്നുള്ള സൈന്യം വരികയാണ്. ഇവർ വന്നപ്പോൾ ഇവർ തമ്മിലൊരു തർക്കമുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഇവർ 2 പേരും ഓതുന്ന ഖിറായത്തിൽ ഭയങ്കര വ്യത്യാസം, ഇവർ രണ്ടാളും പറയുന്ന അല്ലെങ്കിൽ ഓതുന്ന ഖുർആനിൽ ഭയങ്കര വ്യത്യാസം. ഇതിൻ്റെ വ്യത്യാസം വരാനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സഹാബാക്കൾ പല ദേശത്തിലേക്കും പോയി, അപ്പോൾ പല സഹാബാക്കൾക്കും പല ഖിറായത്തിൻ്റെ ശൈലിയായിരിക്കും. അപ്പം അബ്ദുള്ള ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു പോയ നാട്ടിൽ നിന്നാണ് ഈ ഒരു സൈന്യം വന്നിട്ടുണ്ടെങ്കിൽ അവർ ഓതുന്ന ശൈലി അബ്ദുള്ള ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ശൈലിയിലായിരിക്കും. ഉമർ റളിയല്ലാഹുവിൻ്റെ നാട്ടിൽ നിന്ന് വന്ന സൈന്യമാണെങ്കിൽ അവർ ഓതുന്ന ശൈലി ഉമർ റളിയല്ലാഹുവിൻ്റെ ശൈലിയിലായിരിക്കും. അതേപോലെ തന്നെ ഈ വരുന്ന ആൾക്കാരൊക്കെ ഇവരൊക്കെ പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർ, ഇവരൊക്കെ പുതിയ മുസ്ലിംസാണ്. ഇവർ എന്താ പറയേണ്ടത്, ഇസ്ലാമിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ ഖുർആൻ എങ്ങനെയാണ് ഇവിടത്തെ വരെ എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു ചരിത്രമോ ഇതൊന്നും അറിയാത്ത ആൾക്കാർ. ഇവർക്ക് ഹറഫ് എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഖിറായത്ത് എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും. ഇന്നും നിങ്ങൾ ഇസ്ലാമിൻ്റെ പല ദേശങ്ങളിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരം ഹറഫും പലതരം ഖിറായത്തും നിങ്ങൾക്ക് കാണും. ഇപ്പോൾ ഈജിപ്തിൽ നിങ്ങൾ പോവുക, അല്ലെങ്കിൽ മൊറോക്കോയിലേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ സൗദിയിലേക്ക് പോവുക, അല്ലെങ്കിൽ സൗദിയിലെ 2 ഹറമുകളിൽ പോലും മദീനയിലും മക്കത്ത് പോലും ഡിഫറെൻറ്റ് ഖിറായത്തുകളായിരിക്കും ഉണ്ടാകുക, ഡിപ്പെൻഡിങ് ഓൺ ഏത് ഇമാമാണ് ഏത് ഉസ്താദാണ് അവിടെ ഓതുന്നതെന്നുള്ളതനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഈ 2 സൈന്യത്തിനും അറിയില്ലായിരുന്നു അക്കാലത്ത്. അങ്ങനെ ഹുദൈഫ ഇബൻ യമൻ എന്ന് പറഞ്ഞ ആൾ ഉസ്മാൻ ബിൻ ഹഫാൻ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഖലീഫ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നുണ്ട്, അപ്പോൾ ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണം. അങ്ങനെ ഉസ്മാൻ ബിൻ ഹഫാൻ റളിയല്ലാഹു ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും കൊണ്ടുവരുന്നത് സെയ്ദ് ഇബ്ൻ താബിത്തിനെയാണ്.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പ്രവാചകൻ്റെ കാലത്ത് അദ്ദേഹമായിരുന്നു ഖുർആൻ എഴുതിക്കൊണ്ടിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തും അദ്ദേഹത്തിനെയായിരുന്നു വിളിച്ചത്. ഇപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വീണ്ടും സയ്യിദ് ഇബ്നു താബിത്തിനെ വിളിക്കുകയാണ് ഖുർആനെ ക്രോഡീകരിക്കാൻ. അങ്ങനെ ആദ്യത്തെ ഒരു ഖുർആൻ ഒരു മാസ്റ്റർ കോപ്പി അവരുണ്ടാക്കുകയാണ്. എന്നിട്ട് ഇത് എല്ലാ നാടുകളിലേക്കും അയച്ചു കൊടുത്തു. ഈ ഒരു കോപ്പി ഇത് അയച്ചു കൊടുത്തതിൻ്റെ കാരണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. 2 മെയിൻ കാരണങ്ങളായിരുന്നു. ഒന്ന്, ആൾക്കാർ തോന്നിയ പോലെ ഖുർആനെ ഓതാതിരിക്കാൻ. 2, ഈ ഖിറാഅത്തുകളെയും ഹർഫുകളെയും ഒന്ന് ലിമിറ്റ് ചെയ്യാൻ. അത് എന്തിനാണ് അത് ചെയ്യാനുള്ള കാരണം? കാരണം ആൾക്കാർ തോന്നിയ രീതിക്ക് ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ പല മിസ്റ്റേക്സും ഉണ്ടാവും. നമുക്കറിയാം പ്രവാചകൻ അനുവദിച്ച പല രീതികളുണ്ട്. അതല്ലാതെ നമുക്കിനി പുതിയതായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ അന്നേരം അതിൽ തെറ്റുകളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഖുർആൻ്റെ മാസ്റ്റർ കോപ്പി ഉണ്ടാക്കിയത്. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, 7 ഹർഫിൽ 7 ഹർഫും ശരിയാണ്, 7 ഹർഫും ഖുർആനാണ്. അപ്പോൾ അതിനെ ഒരു മനുഷ്യർക്ക് അള്ളാഹു അനുവദിച്ചൊരു കാര്യത്തിനെ സ്റ്റോപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അറബിയിലെ ഡയലക്റ്റിക്കൽ മാർക്സ് ഇല്ലാതെയാണ് ഈ ഒരു കോപ്പി ഉണ്ടാക്കിയത്. ഡയലക്റ്റിക്കൽ മാർക്ക് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഒരു അക്ഷരത്തിന് രൂപം നൽകണമെങ്കിൽ അതിന് കുറച്ച് കുത്ത്, വര ഇതൊക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ക, അതിനെ ക, കി, കു ഇതൊക്കെ ആക്കണമെങ്കിൽ നമുക്ക് കസർ, ഫത അല്ലെങ്കിൽ ലമ്മ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇതില്ലാതെയാണ് അദ്ദേഹം ഈ ഖുർആൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കോപ്പി ഉണ്ടാക്കിയത്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഏതെങ്കിലും ഒരാൾക്ക് വേറെ രീതിക്ക് അല്ലെങ്കിൽ വേറൊരു ഹർഫിൽ ഓതണം എന്നുണ്ടെങ്കിൽ അവർക്കത് ഓതാം. അതുകൊണ്ടാണ് ഈ മാർക്കിംഗ് ഒന്നും ഇല്ലാത്തത്. അതേപോലെ തന്നെ ഈ ഒരു ഖുർആൻ അവർ ഓരോ ദേശങ്ങളിലേക്ക് അയച്ചപ്പോൾ പോലും ഇതിൻ്റെ മാസ് കോപ്പീസ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതിനെ എല്ലാ മുസ്ലിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതല്ലായിരുന്നു ഉദ്ദേശം. മറിച്ച് ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ 2 ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇങ്ങനെയല്ല ഓതേണ്ടത്, ഇതാണ് ശരിയായിട്ടുള്ള ഖിറാഅത്ത്, അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ മാത്രമായിട്ടായിരുന്നു ഈ ഒരു സ്റ്റാൻഡേർഡ് ഖുർആൻ അവരുണ്ടാക്കിയത്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഇതിൻ്റെ മാസ് കോപ്പീസ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോപ്പീസ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരിലേക്ക് കൊടുക്കുകയല്ല ചെയ്തത്. മറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനിലിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് മാത്രം ഇത് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്, ഉസ്താദന്മാർ, ഇമാമുമാർക്കൊക്കെ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വളരെ കോൺട്രവേഴ്ഷ്യലായിട്ട് പലരും പറയുന്ന ഈ പഴയ ഖുർആനുകളെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു കത്തിച്ചു കളഞ്ഞു. എന്താണ് അദ്ദേഹം കത്തിച്ച ഖുർആൻ? അത് ഈ ഒഫീഷ്യലായിട്ടുള്ള ഖുർആനല്ല. പ്രവാചകൻ്റെ കാലത്ത് എഴുതപ്പെട്ട ഖുർആൻ അത് പിന്നീട് നിലനിന്നു. പക്ഷേ പേഴ്സണലായിട്ട് ആൾക്കാർ സൂക്ഷിച്ച ഖുർആനുകളുണ്ടല്ലോ, അതിനൊക്കെയാണ് കത്തിച്ചു കളഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഉസ്മാൻ ഖുർആൻ കത്തിച്ചു എന്ന് ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അല്ല അറിഞ്ഞുകൊള്ളുക, ഞങ്ങളോട് എല്ലാവരോടും, അതായത് സഹാബാക്കളോട് ചോദിച്ചിട്ടാണ് അത് ചെയ്തത്. ആൻഡ് അത് തന്നെയാണ് ശരിയായിട്ടുള്ള കാര്യവും. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഈ പേഴ്സണലായിട്ട് വെച്ച ഖുർആനിൽ ഞാൻ പറഞ്ഞു, അതിൽ ഖുർആൻ മാത്രമല്ല ഉള്ളത്, അതിൽ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളുമുണ്ട്. അതേപോലെ തന്നെ ഈ ഖുർആനിൽ അവർ എഴുതിയ അക്ഷരങ്ങളും കാര്യങ്ങളും അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് പോലും ആരും ചെക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഒഫീഷ്യലായിട്ടുള്ള ഖുർആനെ അവർ നിലനിർത്തുകയും അല്ലെങ്കിൽ ഒഫീഷ്യൽ കോപ്പിയെ നിലനിർത്തുകയും ഈ പേഴ്സണൽ കോപ്പികളെ നശിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നമുക്കിന്ന് കാണുന്ന ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഖുർആൻ നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ശേഷം 10 ഖിറാഅത്തുകൾ ഇന്ന് ഫേമസ് ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് എങ്ങനെ ഈ 10 ഖിറാഅത്തുകൾ കിട്ടിയത്? ഞാൻ പറഞ്ഞു, പ്രവാചകൻ്റെ കാലത്ത് ടണ്ണ് കണക്കിന് ഖിറാഅത്തുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇബ്ൻ മുജാഹിദ് എന്ന് പറഞ്ഞ ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഒരു ബുക്ക് എഴുതുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല 7 ഖിറാഅത്തുകളെ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതി. ഈ ബുക്കാണെങ്കിലോ ഭയങ്കര ഫേമസ് ആയി. ഇത് ഭയങ്കര ഫേമസ് ആയപ്പം സാധാരണക്കാരുടെ ഇടയിൽ ഭയങ്കര കൺഫ്യൂഷനായി. സാധാരണക്കാരൻ വിചാരിക്കാൻ തുടങ്ങി ഈ 7 ഹർഫുകളും 7 ഖിറാഅത്തുകളും ഒന്നാണെന്നുള്ളത്. ഈ ഒരു കൺഫ്യൂഷൻ മാറ്റേണ്ടിയിട്ട് തന്നെ പിന്നീട് മറ്റ് പണ്ഡിതന്മാർ ഒരു 3 ഖിറാഅത്തുകളും കൂടി ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അതിനെ ഇന്ന് 10 ഖിറാഅത്ത് എന്നുള്ളൊരു ഇതാക്കി മാറ്റി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 10 ഖിറാഅത്ത് ലിമിറ്റഡ് അല്ല. ഇന്നും ഒരു അറബി ഭാഷയിൽ പാണ്ഡിത്യമുള്ള, ഖുർആനിൽ പാണ്ഡിത്യമുള്ള ഒരാൾക്ക് ഒരു പുതിയ ഖിറാഅത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ ഇന്നും ഈ 10 ഖിറാഅത്തിൽ തന്നെ എല്ലാവരും ലിമിറ്റഡായിട്ട് നിൽക്കണമെന്ന് ഇല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഖിറാഅത്തുകൾ ഉണ്ടാക്കാം. ഈ ഒരു ഖിറാഅത്താണ് ഇന്നും ഖുർആൻ നിലനിൽക്കുന്നു
അല്ലെങ്കിൽ പ്രവാചകന് ലഭിച്ച രീതിക്കാണ് ഇന്നും ഖുർആൻ നിലനിൽക്കുന്നതിൻ്റെ ഒരു തെളിവ്. അതെങ്ങനെയാണ്? ഇന്ന് ഒരു വ്യക്തി ഖുർആനെ മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ, മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, ഒരു ഇജാസ കിട്ടും. ഈ ഇജാസയിൽ അയാൾ ഏത് ഹർഫാണ് പഠിച്ചത്, ഏത് സ്റ്റൈൽ ഓഫ് ഖിറായത്താണ് അയാൾ പഠിച്ചത്, അതേപോലെ അയാളുടെ ഉസ്താദിൻ്റെ പേരും അതിലുണ്ടാവും. അതേപോലെ ഈ ഉസ്താദിൻ്റെ പേര് തൊട്ട് പിന്നോട്ടേക്ക്, അതായത് പ്രവാചകൻ വരെ ഉള്ള സകല ലിസ്റ്റ് ഓഫ് ആൾക്കാരുടെ പേരും അതിലോട്ടുണ്ടാവും. വേറെ രീതിക്ക് പറയുകയാണെങ്കിൽ പ്രവാചകന് പഠിപ്പിച്ച ആൾക്കാർ തൊട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആർക്കൊക്കെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് ഈ സകല ആൾക്കാരുടെ പേരും ഈ ഒരു സർട്ടിഫിക്കറ്റിലുണ്ടാവും. ഈ ചെയിനിൽ തന്നെയുള്ള പല പ്രഗത്ഭരായ ആൾക്കാരുടെയും ബയോഗ്രഫികളും അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസും നമുക്ക് അറിയുന്നതാണ്. ഈ ഒരു രീതിക്കാണ് നമ്മൾക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നത് പ്രവാചകന് ലഭിച്ച ഖുർആൻ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത്. ഖിറായത്തുകളിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഇന്നുള്ളൂ. ആൻഡ് ഇത് തന്നെയാണ് ഖുർആൻ ഒരു പുസ്തകമല്ല, ഒരു കിതാബല്ല, പകരം അത് വാമൊഴിയായി പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒരു സൈനാണിത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഓക്കെ, വാമൊഴിയായിട്ട് നിങ്ങളുടെ ഖുർആനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തു, പക്ഷേ കിതാബായിട്ടോ? നമുക്കത് നോക്കാം. ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 3 ഏറ്റവും പഴയ ഖുർആൻ്റെ കോപ്പീസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ബർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റാണ് UK-ൽ, പിന്നെ ഉള്ളത് ഒന്ന് ടോപ്പ് കാപ്പിയിലുള്ള മ്യൂസിയത്തിലുള്ള ഒരു ഖുർആൻ, പിന്നെ ഉള്ളത് സന മാനുസ്ക്രിപ്റ്റ്. ഇതിൽ ബർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റ് കാർബൺ ഡേറ്റിംഗ് ചെയ്തിട്ട് 95% അത് പ്രവാചകൻ്റെ കാലത്തുള്ള കോപ്പിയാണ്, അതായത് ഒറിജിനൽ ഒഫീഷ്യലായിട്ട് റെക്കോർഡ് ചെയ്ത ഖുർആൻ്റെ കോപ്പിയാണെന്നുള്ളത് 95% അവർ കൺഫേം ചെയ്ത കാര്യമാണ്. ടോപ്പ് കാപ്പിയിലുള്ളതാവട്ടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തുള്ള ഒരു ഖുർആൻ്റെ കോപ്പിയാണ്. പിന്നെ ഉള്ളത് സന മാനുസ്ക്രിപ്റ്റാണ്. ഈ സന മാനുസ്ക്രിപ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതിൽ 15,000 മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്, അതായത് 15,000 മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ് 950 ഖുർആനുകളുണ്ട്, ഇൻഡിവിജ്വൽ ഖുർആനുകൾ. ഇതിനെ പഠിച്ച് പല അമുസ്ലിങ്ങളായിട്ടുള്ള നോൺ മുസ്ലിംസ് ആയിട്ടുള്ള പ്രൊഫസേഴ്സും സ്കോളേഴ്സും ഇവരൊക്കെ ഉണ്ട്. ആൻഡ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ സന മാനുസ്ക്രിപ്റ്റ് ഖുർആൻ ആദ്യം എങ്ങനെയാണോ ഇറങ്ങിയത് അതേപോലെ ഇന്നും ഖുർആൻ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതിനെപ്പറ്റി പല ബുക്സും അവർ എഴുതിയിട്ടുണ്ട്, അവരുടെ പേരുകളൊക്കെ ഞാൻ ഇവിടെ തരാം. പക്ഷേ ഈ സന മാനുസ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ സന മാനുസ്ക്രിപ്റ്റിൽ ഒരു അപ്പർ ടെക്സ്റ്റ് ലോവർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ് ഈ അപ്പർ ടെക്സ്റ്റ് ലോവർ ടെക്സ്റ്റ്? അതായത് ഒന്നിനെ മായ്ച്ചുകൊണ്ട് അതിൻ്റെ മേലെ വീണ്ടും എഴുതിയിട്ടുണ്ട് ഈ സന മാനുസ്ക്രിപ്റ്റ്സിൽ പലയിടങ്ങളിൽ. അപ്പോൾ ആദ്യം എഴുതിയതിനെ ലോവർ ടെക്സ്റ്റ് എന്നും അതിൻ്റെ മായ്ച്ചിട്ട് മേലെ എഴുതിയതിനെ അപ്പർ ടെക്സ്റ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർ പറയുന്നു ഇത് ഖുർആനിൽ മാനിപ്പുലേഷൻ നടന്നു, അല്ലെങ്കിൽ ഖുർആനിൽ കൂട്ടിച്ചേർക്കലുണ്ടായി എന്നുള്ളതിനുള്ള തെളിവാണെന്നുള്ളത്. ഇതിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് തെറ്റാണ് ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു വാദം എന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെറിയൊരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. ഈ 950 മാനുസ്ക്രിപ്റ്റ്സിൽ എല്ലാ മാനുസ്ക്രിപ്റ്റിലും ഒരേ മിസ്റ്റേക്കാണ് ആൾക്കാർ വരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരേ വാക്കാണ് മായ്ച്ചിട്ട് അതിൻ്റെ മേലെയാണ് പുതിയ വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിലെന്തോ ഒരു അഡിഷനോ സെപ്പറേഷനോ നടന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ സനയിൽ നടന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കാർ മായ്ച്ചിട്ട് എഴുതിയത് പല വാക്കുകളാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഒരു മദ്രസയായിരിക്കാം. അവിടുത്തെ കുട്ടികൾ അവരുടെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ പ്രൊഫഷണലായിട്ടുള്ള എഴുത്തുകാരൊന്നുമല്ല. അപ്പോൾ അവിടെ തെറ്റിയപ്പോൾ അവർ അതിനെ മായ്ച്ചിട്ട് അതിൻ്റെ മേലെ വീണ്ടും എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന കാര്യത്തിൽ നമുക്ക് ഇനിയും ഒന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുത്തു വെക്കാം. സനയ്ക്ക് മുമ്പുള്ള ബർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഇന്നത്തെ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം ഈ മൂന്ന് കോപ്പികളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഇതിലോട്ടും നമുക്കൊരു വ്യത്യാസം കാണാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇത് തന്നെയാണ് ഖുർആൻ ഇന്നും നിലനിൽക്കുന്നു. അത് വാമൊഴിയായും കിതാബായും അല്ലെങ്കിൽ ബുക്കായും ഇന്നും പ്രവാചകന് ലഭിച്ച അതേപോലെ നിലനിൽക്കുന്നു എന്നുള്ളതിനുള്ള തെളിവ്. ഇൻഷാ അല്ലാഹ് ഈ രീതിയിലുള്ള ഒരു ക്ലെയിം ഇത് ലോകത്തെ മറ്റൊരു മതഗ്രന്ഥങ്ങൾക്കും ഇല്ലാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളും മനുഷ്യൻ്റെ കൈകടത്തലുകളും അതിലത്തുള്ള കറപ്ഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഒറിജിനൽ ഫോമിൽ നമുക്ക് അവൈലബിൾ അല്ല.
ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഖുർആൻ മാത്രമാണ്. ഇൻഷാ അല്ലാ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പരമാവധി ക്ലാരിറ്റി തരാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. ولقد يسرنا القرآن للذكر فهل من مدكر